ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ SITയുടേത് ഗുരുതര വീഴ്ച. മുരാരി ബാബുവിന്റെ സ്വാഭാവിക ജാമ്യത്തിലൂടെ കനത്ത തിരിച്ചടിയാണിപ്പോൾ SIT നേരിട്ടത്. ഫെബ്രുവരി 1 മുൻപ് കുറ്റപത്രമില്ലെങ്കിൽ പോറ്റിയും പുറത്തിറങ്ങും. പത്മകുമാർ വരെയുള്ള പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം ലഭിക്കാനാണ് സാധ്യത. ഹരിമോഹൻ ചേരുന്നു. ഹരിമോഹൻ, ഇത്രയും ഗൗരവതരമായ ഒരു കേസിൽ കുറ്റപത്രം സമർപ്പിക്കപ്പെടാതെ ഈ പ്രതികളെല്ലാം, കുറ്റവാളികളെല്ലാം ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയാൽ അത് വലിയ തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോകും. ഇത് എന്തുകൊണ്ടാണ് ഈ കുറ്റപത്രം ഇങ്ങനെ നീളുന്നത്? മാത്രമല്ല, തൊണ്ടി മുതൽ തെളിവ് അത് കൃത്യമായി ശേഖരിക്കാൻ SITക്ക് കഴിഞ്ഞിട്ടില്ലേ? തീർച്ചയായിട്ടും ഈ SITയുടെ ഗുരുതര വീഴ്ചയായി തന്നെ അതിനെ വിലയിരുത്തുക എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ചെയ്യേണ്ടത്. കാരണം ഹൈക്കോടതിയിൽ നിന്നടക്കം വിമർശനം നേരിടുന്ന ഒരു സാഹചര്യം SITക്ക് ഉണ്ട്. പ്രത്യേകിച്ച് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ തന്നെ അന്വേഷണം ഒരു മന്ദഗതിയിലായിരുന്നു എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഹൈക്കോടതി ഒന്നല്ല 2 വട്ടം ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച്, ബദ്രുദ്ദീന്റെ ബെഞ്ച് അക്കാര്യത്തിൽ വിമർശനം ഉന്നയിച്ചിരുന്നു. പക്ഷേ അതിനുശേഷവും വലിയ കാര്യമായ രീതിയിലുള്ള ഒരു വേഗത അന്വേഷണത്തിന് കൈവരിക്കാൻ കഴിഞ്ഞില്ല. അതായത് തുടക്കത്തിൽ ഉണ്ടായിരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ്, മുരാരി ബാബുവിന്റെ അറസ്റ്റ്, സുധീഷ് കുമാർ, പിന്നീട് വാസു വരുന്നു, പത്മകുമാർ വരുന്നു, അങ്ങനെ നിരവധിയായിട്ടുള്ള പ്രമുഖരെല്ലാം തന്നെ അഴിക്കുള്ളിലാകുന്ന ഒരു സാഹചര്യം തുടക്കത്തിലുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അന്വേഷണം മുന്നോട്ട് പോകും തോറും അതിനകത്ത് ഒരു വേഗത കുറയുന്നത് പോലെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അത് സ്വാഭാവികമായിട്ടും ഹൈക്കോടതിയിൽ നിന്ന് അതിന് നേരെ ചോദ്യങ്ങൾ ഉയരുകയും ചെയ്തു. അതുതന്നെയാണ് പിന്നീട് ഈ കൂടുതൽ തെളിവുകൾ ശേഖരിച്ച് ഒരു കുറ്റപത്രം സമർപ്പിക്കുന്നതിലേക്ക്, അതായത് ഒരു ഭാഗിക കുറ്റപത്രമോ അല്ലെങ്കിൽ പ്രാഥമിക കുറ്റപത്രമോ സമർപ്പിക്കുന്നതിലേക്ക് എത്താനുള്ള ഒരു കാലതാമസം എടുക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. ഇപ്പോൾ നിലവിൽ SITയെ സംബന്ധിച്ച വലിയ രീതിയിലുള്ള തിരിച്ചടി തന്നെ ഉണ്ടായിരിക്കുന്നു. അത് ഏറ്റവും ഒടുവിലായി മുരാരി ബാബു പുറത്തിറങ്ങിയതാണ്. ഇന്നലെയാണ് മുരാരി ബാബു ജാമ്യം ലഭിച്ചുകൊണ്ട് ജയിലിന് പുറത്തേക്ക് ഇറങ്ങി. ഇപ്പോൾ മുരാരി വീട്ടിൽ ഉണ്ട്. അങ്ങനെ പ്രതിക്ക് സ്വൈര്യവിഹാരം നടത്താൻ വേണ്ടി കഴിയുന്ന, അതായത് ചില കർശന ഉപാധികൾ ഉണ്ട് എന്നുള്ളതിനപ്പുറത്തേക്ക് പ്രതിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയുന്നു എന്നുള്ളതാണ്. അത് മുരാരി ബാബുവിൽ അവസാനിക്കില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിക്കാണ് ആദ്യം ദ്വാരപാലക പാളിയിൽ ജാമ്യം ലഭിച്ചത്. അതും സ്വാഭാവിക ജാമ്യമായിരുന്നു. ഇനിയിപ്പോൾ ഫെബ്രുവരി 1 90 ദിവസം തികയാണ് കട്ടിളപ്പാളി കേസിൽ. ആ കേസിൽ കൂടി ജാമ്യം ലഭിച്ചാൽ ഈ കേസിലെ ഏറ്റവും മുഖ്യ പ്രതി, ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ സാധിക്കുമെന്നുള്ളതാണ്. അതിനു മുൻപേ കുറ്റപത്രം സമർപ്പിക്കാനുള്ള ഒരു ആലോചനയൊക്കെ തന്നെ SIT തലത്തിൽ നടന്നിരുന്നു. പക്ഷേ അതിൽ കാര്യമായ പുരോഗതി ഉണ്ടാകുന്നില്ല. അതായത് ഫെബ്രുവരി 1 മുമ്പ് തന്നെ ഒരു ഭാഗിക കുറ്റപത്രം സമർപ്പിക്കാനുള്ള സാധ്യത ഈ ഘട്ടത്തിൽ വളരെ കുറവാണെന്നുള്ളതാണ് മനസ്സിലാകുന്നത്. അങ്ങനെയാണെങ്കിൽ കൂടുതൽ പ്രതികൾ പുറത്തേക്ക് വരും. അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ അവസാനിക്കുമെന്ന് കരുതുന്നില്ല. മുരാരി ബാബു എന്തായാലും ഇറങ്ങി. അതിനുശേഷം സുധീഷ് കുമാർ ഉണ്ട്. അതിനുശേഷം അറസ്റ്റിലായ KS ബൈജു ഉണ്ട്, വാസു ഉണ്ട്, പത്മകുമാർ ഉണ്ട്. അതായത് ഫെബ്രുവരി മാസത്തിൽ, ഫെബ്രുവരി 18 തന്നെ 90 ദിവസം അറസ്റ്റ് ചെയ്ത് 90 ദിവസം തികയുന്ന ഇത്രയും പ്രതികളുണ്ട്. അപ്പോൾ അതിനു മുമ്പ് കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ ഇവർക്ക് എല്ലാവർക്കും സ്വാഭാവിക ജാമ്യം കൊടുക്കാൻ കോടതി നിർബന്ധിതമാകും. സാധാരണഗതിയിൽ അങ്ങനെ സ്വാഭാവിക ജാമ്യം തടഞ്ഞു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. കോടതി തന്നെ കഴിഞ്ഞ ദിവസം മുരാരി ബാബുവിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന സമയത്ത് ഇതിൽ വിവേചനം കാണിക്കാൻ കോടതിക്ക് കഴിയില്ല എന്നുള്ള കാര്യമാണ് കോടതി തന്നെ നിരീക്ഷിച്ചത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് കൊല്ലം വിജിലൻസ് കോടതിയിൽ നിന്ന് ജാമ്യം ലഭിക്കുകയും ചെയ്യും. SIT ഇതിൽ ചൂണ്ടിക്കാണിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് ഏറ്റവും പ്രധാനപ്പെട്ടത് തൊണ്ടി മുതലാണ്. അന്വേഷണം ഇത്രയും ദിവസം പിന്നിട്ടിട്ടും ഇതേവരെ തൊണ്ടി മുതൽ കണ്ടെത്താൻ SITക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതായത് ഒരു അംശം പോലും, ഒരു തരി സ്വർണം പോലും, ശബരിമലയിൽ നിന്ന് പോയിട്ടുള്ള ഒരു തരി സ്വർണം പോലും ഇതേവരെ കണ്ടെത്താൻ SITക്ക് കഴിഞ്ഞിട്ടില്ല. അതിന് തത്തുല്യമായ 500 ഗ്രാമിലധികം സ്വർണം 2 സ്ഥലങ്ങളിൽ നിന്നായി, അതായത് ബെല്ലാരിൽ നിന്നും ചെന്നൈയിൽ നിന്നുമായി കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ അതൊന്നും തന്നെ ശബരിമലയിൽ നിന്ന് പോയ സ്വർണ്ണമല്ല. അതിന് തത്തുല്യമായ എമൗണ്ട് സ്വർണം മാത്രമാണത്. അപ്പോൾ കൃത്യമായ തൊണ്ടി മുതൽ ലഭിക്കാതെ അത് കോടതിയിൽ അവതരിപ്പിക്കുക എന്നുള്ളത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കഴിയില്ല. മാത്രമല്ല, ശാസ്ത്രീയ പരിശോധനാ ഫലം VSSയിൽ നിന്ന് വന്നപ്പോൾ അത് വലിയ രീതിയിൽ കുറ്റപത്രം സമർപ്പിക്കാനുള്ളൊരു ബലം നൽകുന്നതാണ് എന്നാണ് കരുതിയത്. അതായത് ശാസ്ത്രീയ അടിത്തറ ഉണ്ടാകുമെന്നാണ് കരുതിയിരുന്നത്. പക്ഷേ ആ ശാസ്ത്രീയ അടിത്തറ പൂർണ്ണമല്ല എന്നുള്ളതാണ് SIT ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് ഒരു പൂർണ്ണ അല്ലെങ്കിൽ വിശദമായ റിപ്പോർട്ട് VSSയിൽ നിന്ന് ലഭിക്കാതെ ഇത് കോടതിയിലേക്ക് സമർപ്പിക്കുക, അല്ലെങ്കിൽ കോടതിയിൽ ഇത് കുറ്റപത്രത്തിനോടൊപ്പം കാണിച്ചുകൊണ്ട് വലിയ തെളിവായി അവതരിപ്പിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. കാരണം ഇപ്പോൾ ഉള്ളത് ഈ പാളികൾ പൂർണ്ണമായി അടിച്ചു മാറ്റിയോ അല്ലെങ്കിൽ പാളികൾ പൂർണ്ണമായും ഡ്യൂപ്ലിക്കേറ്റ് ആക്കി തിരിച്ചു വെച്ചോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പ് പറയാൻ VSSയിലെ ശാസ്ത്രജ്ഞർക്ക് കഴിയുന്നില്ല. അതിന് കൂടുതൽ പരിശോധന വേണ്ടിവരും. അപ്പോൾ SITയെ സംബന്ധിച്ച ചില തെളിവുകൾ, ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ, ഫോൺ രേഖകളിലെ കൃത്രിമം, ഇത്തരം സാധനങ്ങളല്ലാതെ അല്ലെങ്കിൽ ഇത്തരം തെളിവുകളല്ലാതെ പ്രധാനപ്പെട്ട ശാസ്ത്രീയ അടിത്തറ നൽകുന്ന തെളിവുകളോ അതല്ലെങ്കിൽ തൊണ്ടി മുതലോ ഇതേവരെ SITക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി. അതുകൊണ്ട് കുറ്റപത്രം സമർപ്പിക്കുന്ന നടപടി ഇനിയും ഒരുപാട് വൈകാനുള്ള സാധ്യതയാണ് കാണുന്നത്. അങ്ങനെയാണെങ്കിൽ കൂടുതൽ പ്രതികൾ, അത് പോറ്റിയും ഒടുവിൽ പത്മകുമാർ വരെയുള്ള ആളുകൾ പുറത്തേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് ഇനിയിപ്പോൾ വരും നാളുകളിൽ കാണേണ്ടി വരിക. റോഷ്നി, ഹരിമോഹനാണ് വിശദാംശങ്ങൾ നൽകിയത്.